The sum of three consecutive natural numbers is 333. What is the sum of first and last number? Just say. The sum of three consecutive natural number is 333. What is the sum of first and last number? ജസീമേ, ഞാൻ 333 എന്ന് പറയാൻ കാരണം 333 എന്ന് പറഞ്ഞാലാണ് അടിച്ചു വരും. പക്ഷെ മോനത് 333 എന്ന് പറഞ്ഞാൽ പോരാ. 333. അപ്പൊ ഒന്നുകൂടി വായിച്ചാൽ The sum of three consecutive natural numbers is 333. What is the sum of first and last number? What is the sum of first and last number? തുടർച്ചയായ മൂന്ന് എണ്ണസംഖ്യകളുടെ തുക, തുടർച്ചയായ മൂന്ന് എണ്ണസംഖ്യയുടെ തുക, അത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 333 എന്നാണ്. എങ്കിൽ ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും തമ്മിൽ കൂട്ടിയാൽ എത്ര എന്നാണ് ചോദ്യം. ഈ ചോദ്യം കിട്ടിയവർക്ക് ആൻസർ പുറക്കെ വിളിച്ചു പറയാൻ സമയമാണ്. അവർക്ക് ആൻസർ പുറക്കെ വിളിച്ചു പറയാം. സ്റ്റാർട്ട്. 222. സാത്മിയ കേൾക്കാമോ? സാത്മിയ. Yes, ma'am. Yes, sir. മോക്ക് 222 കിട്ടിയിരുന്നോ? Sir, I am doing. ഓ യാ ഡൂയിങ്. ജസീം 222 കിട്ടിയിട്ടുണ്ടോ? Yes, sir. എന്താണ് ഈ 333 ചെയ്യേണ്ടത്? മൂന്ന് നമ്പേഴ്സിന്റെ സമ്മാണ് 333. 333 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് ജസ്റ്റിൻ? 111. 111 മിഡിൽ നമ്പറാണ് നമുക്കറിയാം. നമ്മൾ അതൊന്നും നോക്കണ്ട. 111 2 കൊണ്ട് ഒറ്റ കുടിക്കരുത്. 111 2 കൊണ്ട് കുടിച്ചല്ല, 222. ഇനി അഥവാ ഒരു കുട്ടിക്ക് 111 കിട്ടിയെന്ന് വിചാരിക്കുക എങ്കിൽ ആ കുട്ടി ഇപ്പുറത്തെ സംഖ്യയും അപ്പുറത്തെ സംഖ്യയും കാണട്ടെ. തൊട്ട് ഇപ്പുറത്തെ സംഖ്യ ഏതായിരിക്കും ജസീം? 110. മൂന്നാമത്തെ നമ്പറോ? 112. ഈ 110 112 കുട്ടിയത് എത്രയാണ്? 222. ഇതിന്റെ എളുപ്പമാർഗമല്ലേ 111 2 കൊണ്ട് കുടിച്ചാൽ കിട്ടുന്നത്? Yes. 2 കൊണ്ട് കുടിച്ചാൽ. അപ്പൊ മക്കളെ, ഇങ്ങനെ ചോദ്യം വന്നാൽ ഇങ്ങനെയാണ് നിങ്ങൾ നേരിടുന്നത്. ചെറിയ സംഖ്യ നിങ്ങളോട് ചോദിക്കും, വലിയ സംഖ്യക്ക നിങ്ങളുടെ ചേച്ചിമാരോട് ചേട്ടന്മാർക്കൊക്കെ ചോദിച്ചു. ഞാൻ ഒന്ന് മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് മനസ്സിലാകാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മനസ്സിലാകാത്ത കുട്ടികൾക്ക് മാത്രം പറയാം. അവർക്ക് വേണ്ടി ഒന്നുകൂടി പറഞ്ഞു തരും. ഓക്കെ. സർ, ഞാൻ കുറച്ചു നേരം 6:06 കയറിയത്. ഞാൻ ഒന്നും കേട്ടിട്ടില്ല. എന്താ മോളെ പേര്? അയാഷ. ഏത് സ്കൂളാ? ജസി, ആ മോക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? അല്ലേ? ഓക്കെ സർ. ചോദ്യം: 3 തുടർച്ചയായ എണ്ണസംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 333 ആണ്. അതിലെ ആദ്യത്തെ സംഖ്യയും അവസാന സംഖ്യയും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ ഏത്? അതിനായി ആദ്യം നമ്മൾ 333നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ശരാശരി കണ്ടെത്തി. 111. അതിനെ 2 കൊണ്ട് ഗുണിച്ചു 222. ഓക്കെ. അപ്പോ ജസി, ഈ അധിക കുട്ടികളും ഇതില് ഇംഗ്ലീഷ് മീഡിയം കുട്ടികളാണ്. അപ്പൊ ഇടയ്ക്കൊന്ന് ഇംഗ്ലീഷ് കൂടി മിക്സ് ചെയ്ത് പറഞ്ഞു കൊടുക്കണേ. ഓക്കെ സർ. അപ്പൊ മോനെ, ഇതാണ് സംഗതി. എന്തെങ്കിലും സംശയത്തെ നേരത്തെ വിളിച്ചാൽ മതി. നമ്മുടെ ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് വിളിക്കാം. സംശയം എന്തെങ്കിലും ഞാൻ ക്ലിയർ ചെയ്ത് തരും. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കണക്കിലെ ടോപ്പിക്ക് ഒന്ന് പീരിയഡ് ഓഫ് ടൈം ആണ്. പിന്നെ സംഖ്യാബോധം, സംഖ്യകളെ പറ്റി കൃത്യമായ ധാരണ നിങ്ങൾക്കുണ്ടോ എന്ന്.
അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ചോദ്യങ്ങൾ വരാം. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ റോമൻ നമ്പേഴ്സിനെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ശരി, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അടുത്ത ചോദ്യം എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ചോദ്യം ഇതാണ്, എല്ലാവരും ആ ചോദ്യം നോട്ട് ചെയ്ത് 1 3 5 7 9 11. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഏത് തരം നമ്പേഴ്സ് ആണ്? Odd numbers. ഓഡ് നമ്പേഴ്സ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 13 15 17 19 ഇതുവരെ ഉപയോഗിച്ചിട്ട് എന്റെ ചോദ്യം വരുന്നു, വാട്ട് ഈസ് ദ first number? What is the first number in 7th line? 7th line വരെ പോകാതെ കണ്ടുപിടിക്കേണ്ടി വരും. കുട്ടികൾ ടൈപ്പ് ചെയ്യട്ടെ, അവർക്ക് ടൈപ്പ് ചെയ്യാനുള്ള സൗകര്യം ഞാൻ ചെയ്തു കൊടുക്കാം. എനിക്ക് തോന്നുന്നത് ടൈപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ്. ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ലേ മക്കളെ? അതുകൊണ്ട് ടൈപ്പ് ചെയ്യാൻ പറ്റും. കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ടോ മോനെ? Yes, sir. Yes, sir. എത്രയാണ്? 43. 43 ആണ്. അപ്പൊ 7th ലൈനിലെ ആദ്യത്തെ നമ്പർ ചോദിച്ചാൽ മക്കൾ ചെയ്യേണ്ടത് 7ന്റെ തൊട്ട് താഴെയുള്ള 6 കൊണ്ട് ഇതിനെ മൾട്ടിപ്പിൾ ചെയ്തിട്ട് 6 42ന്റെ കൂടെ 1 അങ്ങോട്ട് കൂട്ടിയാൽ മതി. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, 4ാമത്തെ വരിയിലെ ഫസ്റ്റ് നമ്പർ ഏതെന്ന് ചോദിച്ചാൽ 4ാമത്തെ വരി എന്ന് പറയുന്നത് 4ന്റെ തൊട്ട് താഴെയുള്ള 3 കൊണ്ട് ഗുണിച്ചിട്ട് അതിന്റെ കൂടെ 1 കൂട്ടിയാൽ 13 കിട്ടും. അപ്പൊ ഇങ്ങനെ ഒരു പാറ്റേൺ സാധനം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ 4 വരി നിങ്ങൾക്ക് മതിയാവുന്നില്ലെങ്കിൽ അടുത്ത വരി കൂടി എഴുതി നോക്കിയിട്ട് ഇവിടെ ചെറിയ സംഖ്യകൾ ആ രീതിയിൽ കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഇനി ഇവിടെ വേറെ ചില പ്രത്യേകതകളുണ്ട്. ഇവിടെ നിങ്ങളോട് മറ്റൊരു രീതിയിൽ ചോദ്യം ചോദിക്കാം. ഇത് എല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. ഈ ഓഡ് നമ്പേഴ്സ് 1 സമം 1 is equal to 1, 3 plus 5 is equal to 8, 7 plus 9 plus 11 is equal to 27. അടുത്ത വരി തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നത് 64 ആയിരിക്കും. ഈ സംഖ്യകൾ കൊണ്ട് പ്രത്യേകത. പക്ഷെ നിങ്ങളോട് അത് ചോദിക്കാൻ സാധ്യതയില്ല. കാരണം ഒരു സംഖ്യയെ, ഒരു എണ്ണൽ സംഖ്യ, നാച്ചുറൽ നമ്പേഴ്സിനെ 3 തവണ മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുന്ന സംഖ്യകളാണ്. ഈ 8 എന്ന സംഖ്യ 2 എന്ന നാച്ചുറൽ നമ്പേഴ്സിനെ 3 തവണ മൾട്ടിപ്പിൾ ചെയ്താലാണ് 8 കിട്ടുന്നത്. 27 3 into 3 into 3 ആണ്. അപ്പൊ ഈ കാര്യം മുതിർന്ന കുട്ടികളോട് ചോദിക്കുമ്പോൾ ഈ കാര്യം നിങ്ങളോട് ചോദിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് 4 വരി തന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലൊരു ചോദ്യം നിങ്ങൾ ഉണ്ടാക്കുക. 7th ലൈനിന് പകരം നിങ്ങൾ 4th ലൈൻ ഉണ്ടാക്കിയിട്ട് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. പോകാൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. കുട്ടികൾ മിക്കവാറും തെറ്റിക്കുന്ന ചില ചോദ്യങ്ങളാണ് അടുത്തതിലെ ചർച്ചയിൽ. ശ്രദ്ധിക്കുക. ഒന്ന്, ഒരു ചെറിയ സ്ക്വയർ വരച്ചു. സ്ക്വയർ ആയിട്ടില്ല. എല്ലാവരും ചെറിയ സ്ക്വയർ, കുഞ്ഞു സ്ക്വയർ വരച്ചു. വരച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് കോഹോസ്റ്റിന് പറയാം. Yes. ശരി, ആ സ്ക്വയറിനോട് ചേർത്തിട്ട് വേറൊരു സ്ക്വയറോട് വരച്ച മക്കൾ Yes. എന്ന് കോഹോസ്റ്റിന് പറയാം. Yes, sir. ശരി,
നിങ്ങൾ വേറൊരു സ്ക്വയറോട് ഇതിലൂടെ ഇങ്ങനെ ചേർത്ത് വെച്ച് Yes. Yes. മറ്റൊരു സ്ക്വയർ ഇങ്ങനെ ചേർത്ത് വെച്ച് ഓക്കെ വേറൊരു സ്ക്വയറോട് മക്കൾ ഇങ്ങനെ ചേർത്ത് വെച്ച് ഓക്കെ ഓക്കെ ഇത് വരച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒന്നിച്ച് യെസ് എന്ന് പറയാം. Yes. Yes. വരച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്റെ ചോദ്യം തികച്ചും വ്യത്യസ്തമായ ചോദ്യമാണ്. ആ ചോദ്യം മക്കൾക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്താണ് ചോദ്യം? ഇതില് സ്ക്വയേഴ്സിന്റെ എണ്ണം ചോദിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ദേർ എന്ന് ഞാൻ ചോദിക്കുന്നതിന് പുറമേ ഞാൻ ഒരു ചോദ്യം ഇതിനോട് ചേർത്ത് വെക്കും. ഹൗ മെനി റെക്ടാങ്കിൾസ് ആർ ദേർ? അതുമല്ല ചോദിക്കുന്നത്. ഇതിലെ സ്ക്വയേഴ്സിന്റെ എണ്ണവും റെക്ടാങ്കിൾസിന്റെ എണ്ണവും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ജസി, എന്റെ ചോദ്യം വ്യക്തമാണ്. Yes, sir. എന്റെ ചോദ്യം വ്യക്തമാണോ ജസി? Yes. മറ്റു കുട്ടികൾ എന്ന് പറയുന്നത് എന്റെ ചോദ്യം വ്യക്തമാണോ മക്കളെ? Yes, sir. Yes, sir. Yes, sir. ഇതാണ് ഇതിലുള്ള സ്ക്വയേഴ്സിന്റെ എണ്ണവും റെക്ടാങ്കിൾസിന്റെ എണ്ണവും കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഡിഫറൻസ് എത്രയായിരിക്കും എന്ന് പറയുന്നത് ഏതാണ് കൂടുതൽ, എത്ര കൂടുതൽ? ജസ്റ്റിൻ ആൻസർ വന്നോ? Yes. ആൻസർ വരുന്നത് 13. 13 ആൻസർ വരുന്നത്. നമുക്ക് നോക്കാം 13 തന്നെയാണോ. ആദ്യം നിങ്ങൾ സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാനുള്ള വിദ്യ നോക്കാം. സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാൻ, റെക്ടാങ്കിൾ കണ്ടുപിടിക്കാനും ഇതിന്റെ മേലെ മക്കൾ 1 2 3 4 എന്ന നമ്പർ കൊടുക്കുക, താഴോട്ട് 1 2 എന്ന് നമ്പർ കൊടുക്കുക. ഈ സ്ക്വയേഴ്സിന്റെ എണ്ണം കാണുമ്പോൾ മക്കൾ പരിഹരിക്കേണ്ടത് ഇവിടെയുള്ള ഈ 4നെയും ഇവിടെയുള്ള 2നെയും പരിഹരിക്കും. അപ്പോൾ 4 × 2 എന്ന് എഴുതുക. 4 × 2. 12. 4 × 2 is equal to 8 ആണ്. അടുത്ത 3ഉം അടുത്ത 4ഉമാണ്. 3 × 1 ആണ്. 3 1. 3 × 1 that is 3 × 1 3 ആണ്. ഇതിൽ നിങ്ങൾക്ക് 11 സ്ക്വയേഴ്സ് കിട്ടും. ആ 11 സ്ക്വയേഴ്സ് ഏതൊക്കെയാണ് ഇപ്പോൾ 1 2 3 4 5 6 7 8 8 3 9. കോഹോസ്റ്റായ കുട്ടി മൈക്ക് ഓൺ ചെയ്ത് കളിക്കുന്നുണ്ട്. ഞാൻ കോഹോസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. 1 2 3 4 5 6 7 8 8 3 9 9 10 10 3 11. ആ സ്ക്വയേഴ്സിന്റെ എണ്ണം 11 ഓക്കെയാണ്. ഇനി നമുക്ക് റെക്ടാങ്കിളിന്റെ എണ്ണം കണ്ടുപിടിക്കണം. റെക്ടാങ്കിളിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്പർ ഇങ്ങനെ തന്നെ കിടന്നോട്ടെ. ആ നമ്പർ മേലെ അതാരാണോ മൈക്കോൺ ചെയ്ത് കളിക്കുന്നത്? ശശി ആ ഒരു കാര്യം ചെയ്യാം, ഞാൻ അവരെയൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ജസീമേ, റെക്ടാങ്കിളിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് വേറെ രീതിയാണ്. കാരണം നിങ്ങൾക്കറിയാം ഈ സ്ക്വയേഴ്സ് ഒക്കെ റെക്ടാങ്കിൾ കൂടിയാണല്ലോ. അപ്പൊ നമ്മൾ 2 3 3 6 4 10 കടയില്ല, മേലത്തെല്ലാം കൂട്ടിയാണ് എഴുതുക. താഴെ ഈ സൈഡിലുള്ളത് 3 വേറെയും കൂട്ടിയെത്തുക. അപ്പോൾ നമുക്ക് 10നെ 3 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് ജസീൽ? 30. 30 റെക്ടാങ്കിൾസ് ആണ് എന്ന് പറഞ്ഞാൽ ചതുരങ്ങളുടെ എണ്ണം 30 കിട്ടി. അത് ഞാൻ എനിക്ക് കാണിച്ചത്. ആ 30-ൽ നിന്ന് സമചതുരങ്ങളുടെ എണ്ണമായ 11 അങ്ങോട്ട് മൈനസ് ചെയ്യണം. 30-ൽ നിന്ന് 11 മൈനസ് ചെയ്താൽ എത്രയാണ്?
19. അപ്പോൾ ചോദ്യം നമ്മൾ എന്തായിരുന്നു? ഈ ചിത്രത്തിലുള്ള റെക്ടാങ്കിൾസിന്റെ എണ്ണവും സ്ക്വയേഴ്സിന്റെ എണ്ണവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഈ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. സ്ക്വയേഴ്സിന്റെ എണ്ണവും റെക്ടാങ്കിൾസിന്റെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം. പല കുട്ടികളും ധരിച്ചിരിക്കുന്നത് ഇതിൽ സ്ക്വയേഴ്സ് മാത്രമേ ഉള്ളൂ എന്നാണ്. പക്ഷേ ഈ എല്ലാ സ്ക്വയറുകളും നിങ്ങൾക്ക് ചതുരങ്ങളായിട്ടും അല്ലെങ്കിൽ റെക്ടാങ്കിളായിട്ടും പരിഗണിക്കേണ്ടതായിട്ട് വരും. ഈ കാര്യം കോഹോസ്റ്റായ കുട്ടികൾക്ക് മനസ്സിലായോ? മറ്റുള്ള കുട്ടികളെ കൂടെ ക്ഷണിക്കുകയാണ്. മറ്റുള്ള കുട്ടികൾ എന്ത് പറയുന്നു? മക്കളെ നിങ്ങൾക്ക് ഇത് മനസ്സിലായോ? ജെസ്സി, അവർക്ക് മനസ്സിലായില്ല എന്ന് പറയുന്ന പോലെ ഒന്ന് പറഞ്ഞു. നമ്മുടെ ചോദ്യം, ഇവിടെ ഒരു റെക്ടാങ്കിൾ തന്നിരിക്കുന്നു. ഇതിലുള്ള സ്ക്വയേഴ്സിന്റെയും റെക്ടാങ്കിൾസിന്റെയും തമ്മിലുള്ള വ്യത്യാസമാണ്. ആദ്യം നമ്മൾ സ്ക്വയേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാം. സ്ക്വയേഴ്സിന്റെ എണ്ണം കണ്ടെത്താനായി നമുക്ക് ഇതിന് നമ്പേഴ്സ് കൊടുക്കാം. മുകളിൽ നിന്ന് 1, 2, 3, 4 എന്നും താഴെ നിന്ന് 1, 2 എന്നും നമ്മൾ നമ്പർ കൊടുക്കുന്നു. സ്ക്വയേഴ്സിന്റെ എണ്ണം കണ്ടെത്താൻ ഏറ്റവും അറ്റത്തുള്ള രണ്ട് സംഖ്യകളായ 2 × 4 8 എന്ന് കിട്ടും. അതിനുശേഷമുള്ള 1 × 3 8 and 3 8 + 3 എന്ന് പറഞ്ഞ് 11 ആണ്. 11 സ്ക്വയേഴ്സും കൂടാതെ റെക്ടാങ്കിൾസിന്റെ എണ്ണം ഇനി നമുക്ക് കണ്ടുപിടിക്കണം. റെക്ടാങ്കിൾസിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ മുകളിലുള്ള എല്ലാ സംഖ്യകളുടെയും സം കണ്ടെത്തുക. 1 + 2 + 3 + 4 = 10. ഇനി താഴേക്കുള്ള നമ്പേഴ്സിന്റെ സം കണ്ടെത്തുമ്പോൾ 1 + 2 = 3. 10 × 3 13. 13 റെക്ടാങ്കിൾസ് എന്നും 11 സ്ക്വയേഴ്സ് എന്നും കിട്ടും. 13 - 11 = 19. ഓക്കെ, നമുക്ക് കാര്യം ചെയ്യാം. അത് ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കി കൊടുക്കാം. കുട്ടികളെ ശ്രദ്ധിക്കുക. ഒന്നുകൂടി വ്യക്തമായി തരാം. അടുത്ത ചിത്രം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആദ്യം നിങ്ങൾ സ്ക്വയേഴ്സിന്റെ എണ്ണത്തെ നോക്കാം. അതേ സമയത്ത് ഇതിലെ റെക്ടാങ്കിൾസിന്റെ എണ്ണവും കണ്ടുപിടിക്കും. ഈ രണ്ടാമത്തെ ആളുകൾ കൂടുതലായിരിക്കും. അപ്പൊ ഇതിൽ എത്ര സമചതുരങ്ങളുണ്ട്, എത്ര ചതുരങ്ങളുണ്ട് എന്നാണ് ചോദ്യം. അതിന് നമ്മൾ എന്തായാലും ഇങ്ങനെ കൂടുതൽ തരാണെങ്കിൽ നമ്പർ ഇട്ട് കണ്ടുപിടിക്കണം. എണ്ണിയാൽ എളുപ്പം കൂടി കിട്ടില്ല. ഈ സൈഡിൽ ഇങ്ങനെ നമ്പർ കൊടുക്കുക. ഇനി ആദ്യം സ്ക്വയേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ ഇവിടെയുള്ള വലിയ സംഖ്യയായ 4ഉം ഇവിടെയുള്ള വലിയ സംഖ്യയായ 3ഉം തമ്മിൽ കൊടുക്കുക. 4 × 3 12. അടുത്ത ഇവിടെയുള്ള 3ഉം ഇവിടെയുള്ള 2ഉം തമ്മിൽ കുടിക്കുക. 3 × 2 6. അടുത്ത ഇവിടെയുള്ള 2ഉം ഇവിടെയുള്ള 1ഉം തമ്മിൽ കുടിക്കുക. ഓരോന്നിനും ജോഡിയെ കിട്ടേണ്ടതുണ്ട്. 2 × 2. ഇനി 1 അവിടെ നമുക്ക് ബാക്കി വരും. കാരണം അതിന് ആളില്ലാത്തതുകൊണ്ട് അത് കളിക്കട്ടെ. 6 × 2 = 8 10. 1 1 2. അപ്പൊ ഇതിലെ സ്ക്വയേഴ്സ് എന്തായാലും 20 ആണെന്ന് മനസ്സിലായി. അത് വേണ്ടിയൊക്കെ 20 കിട്ടും. ഇനി ഇതിലുള്ള റെക്ടാങ്കിൾസിന്റെ എണ്ണാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് മക്കള് ഇതൊന്നും മയക്കാതെ തന്നെ ഇവിടെയുള്ള മേലെയുള്ള സംഖ്യകൾ ഒന്നിച്ച് കൂട്ടുക. അപ്പൊ മക്കൾക്ക് 10 കിട്ടും. ഈ സൈഡിലുള്ള സംഖ്യകൾ തമ്മിൽ ഒന്നിച്ച് കൂട്ടുക. അപ്പൊ മക്കൾക്ക് 6 കിട്ടും. 10നെ 6 കൊണ്ട് ഗുണിക്കുക. 10നെ 6 കൊണ്ട് ഗുണിച്ചാൽ 60 ആണ്, 60 ആണ്. അപ്പൊ റെക്ടാങ്കിൾസിന്റെ എണ്ണം 60 ആണ്. ആ 60ൽ നിന്ന് നേരത്തെ കിട്ടിയ സ്ക്വയറിന്റെ എണ്ണമായ 20 മൈനസ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് 40 ആണ്. അപ്പൊ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നു, ഈ ചിത്രത്തിലുള്ള റെക്ടാങ്കിൾസിന്റെ എണ്ണവും സ്ക്വയേഴ്സിന്റെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്ന് ചോദിച്ചാൽ
മക്കൾ ഒരേ സ്വരത്തിൽ ഒന്നിച്ച് മറുപടി പറയാൻ എത്ര പറയും? 40. യെസ്, ജസീം, ഇത് ക്ലിയർ ആയോ പറഞ്ഞത്? Yes, sir. യെസ്. ഞാനൊന്ന് കാര്യമില്ലേ, മക്കളെ നിങ്ങളുടെ കുട്ടികളുടെ കൂടെ ഇരിക്കുന്ന പേരൻസിന് ഒന്ന് പറ്റെങ്കിലും പേരൻസോ ടീച്ചേഴ്സോ ഉണ്ടെങ്കിൽ ഫോൺ കൊടുക്കൂ. അവർ പ്രതികരിക്കട്ടെ. നിങ്ങളുടെ കുട്ടികൾക്ക് ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ ആയി സർ. ക്ലിയർ ആയിട്ട് Clear ആയി, sir. സർ ക്ലിയർ ആയി. അമ്മമാർ പറയട്ടെ, ക്ലിയർ ആയി എന്ന് പറയുന്ന കുട്ടി ഏത് സ്കൂളാണ്? Providence. പ്രോവിഡൻസ്. അപ്പൊ പ്രോവിഡൻസ് ജൂനിയറിലെ കുട്ടികൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ? ആൻഡ്രോയിഡ് സ്കൂളിലെ കുട്ടികൾക്ക് ക്ലിയർ ആയോ? Clear ആയി sir. Yes, clear ആയി. Yes sir. ശരി, ശരി. Okay. അപ്പൊ ഇതിനിടയിൽ എന്തെങ്കിലും സംശയം ഒക്കെ വരികയാണെങ്കിൽ വിളിക്കാൻ മറക്കരുത്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. സംഖ്യാബോധം ഇവർക്ക് നല്ലുണ്ടോ എന്ന രീതിയിൽ നമ്മുടെ പരീക്ഷയ്ക്ക് നാളെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുണ്ട്. മക്കൾ ശ്രദ്ധിക്കുക. 7, 6, 0, 2 എന്നീ 4 ഡിജിറ്റ്സ്. ഇത് 4 ഡിജിറ്റ്സ് ആണ്. മക്കൾ മനസ്സിലാക്കേണ്ടത് 0 ഈസ് എ ഡിജിറ്റ്. 0 ഒരു ഡിജിറ്റ് ആണ്. അപ്പൊ 1 മുതൽ 100 വരെ എഴുതുമ്പോൾ 0 എത്ര തവണ ആവർത്തിക്കുന്നത് സാധാരണ ചോദിക്കുന്നതാണ്. അപ്പൊ 7, 6, 0, 2 എന്നീ 4 ഡിജിറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സ്മോൾ 4 ഡിജിറ്റ് നമ്പർ ഏതായിരിക്കും മക്കളെ പറയുക? 2067. 2067. നിങ്ങൾക്ക് കാണുന്ന ക്ലാസ്സില് ഏകദേശം 200-ലധികം കുട്ടികൾ പങ്കെടുക്കും. ആ 200-ലധികം കുട്ടികൾ പങ്കെടുത്തിട്ട് ആ ക്ലാസ് കുറച്ച് സമയം കഴിഞ്ഞ് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. എന്താ കാരണം? നിങ്ങൾ എല്ലാവരും ബഹളം വെച്ചു. ഇന്ന് അതേ സമയത്ത് ഞാൻ ഇവിടുന്ന് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ് സ്മൂത്തായിട്ട് പോകും. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മക്കൾ എല്ലാവരും ഒരു നമ്പർ സീരീസ് എഴുതി വെക്കുന്നു. 32, 37, 47, 58, 71 ഡാഷ്. അടുത്ത നമ്പർ ഏതായിരിക്കുമെന്ന് മക്കൾ കണ്ടെത്തുക. കണ്ടെത്തിയ കുട്ടികൾക്ക് ഉറക്കെ വിളിച്ച് പറയാം ഏതാണ്. സാറേ തിരിഞ്ഞില്ല. സാറേ കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് വേണ്ടേ കേൾക്കാൻ? ഹോസ്റ്റായ കുട്ടികൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അവര് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും കേൾക്കേണ്ടതാണ്. അതിന്റെ കാരണം നിങ്ങളുടെ ഫോണ് ക്ലിയർ ആക്കി നിങ്ങൾ വെക്കാത്തത് കൊണ്ടാണ്. പിന്നെ കേൾക്കുന്നില്ല എന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമുള്ളത്. ജസ്റ്റ് ആ ചോദ്യം ഒന്ന് വായിച്ചു കൊടുക്കും മകനെ. 2, 37, 47, 58, 71. ഈ സംഖ്യാശ്രേണിയിലെ അടുത്ത നമ്പർ ഏത്? 32 2 അല്ല. 32, 37, 47, 58, 71-ലെ അടുത്ത നമ്പർ ആരാണ് സ്ഥാനം പിടിക്കുക എന്നാണ് നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾക്ക് പറയാനുള്ള അവസരമാണ്.
നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറയാം. ഉത്തരം കിട്ടിയില്ലെങ്കിൽ യെസ് സ്റ്റാർട്ട്. ശരി, അപ്പൊ നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയല്ല. പലരും എന്തെല്ലോ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഉത്തരം 79. അപ്പൊ അതെങ്ങനെ കിട്ടി എന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉറക്കെ ചോദിച്ചോളൂ, സാറെ എങ്ങനെ കിട്ടിയെന്ന്. രണ്ടു കൂടി കൂട്ടിയാൽ എത്രയാണ്? What is 3 plus 2? 5. അപ്പൊ 32ന്റെ കൂടെ 5 കൂട്ടിയാലാണ് 37 കിട്ടുക. മോളെ 3 plus 7 എത്രയാണ്? 10. അതിങ്ങനെ വെള്ളിങ്ങനെ കൂട്ടിട്ടുണ്ടാവേ. ശരി, ആയിട്ടില്ല. 37 plus 10 എത്രയാണ് മകളെ? 47. ജസീം ഒന്ന് സ്പീഡ് പറയണേ. 47. അപ്പൊ 32 കിട്ടി. അടുത്ത 37ലേക്ക് വന്നു. ഇതാ 47ലേക്ക് പോകുന്നു. ജസീം 4 plus 7 എത്രയാണ്? 11. ഈ 47 plus 11 കൂട്ടിയാൽ എത്ര വരും? 58. 58. അതാണ് ഇതിന്റെ അടുത്ത നമ്പർ. എന്താ? ഇനി 5 plus 18 എത്രയാണ് മകനെ? 13. 13. 58ന്റെ കൂടെ 13 കൂട്ടിയാൽ എത്രയാണ്? 71. ഇനി അടുത്തത് കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? 7 plus 1. 7 plus 1 is equal to 80. 8. 71 plus 8 എത്രയാണ്? 79. 79. അപ്പോ മക്കളെ ഇങ്ങനെയുള്ള ചില ട്രിക്കായ ചോദ്യങ്ങളും ഒരു പക്ഷെ കടന്നുകൂടാ. അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം നമുക്ക് വീൽ ഓഫ് ടൈം എന്നൊരു ചോദ്യം വരാം. വീൽ ഓഫ് ടൈമിൽ എന്തായാലും ചോദ്യം ഉണ്ടാവും ഇപ്രാവശ്യം. അത് നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്നിട്ട് ഞാൻ ചെറിയൊരു റെസ്റ്റ് തരും മകൾക്ക്. ആ റെസ്റ്റിന് ശേഷം വീണ്ടും ജോയിൻ ചെയ്യാം. വീൽ ഓഫ് ടൈമിലെ ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം മക്കളെ. ചോദ്യം ഇതാണ്. ഷോർട്ടായിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും മൈക്കോടതിയിൽ പിടിച്ചവരെ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇതെന്താണ് എഴുതിയത്? A train. ആ ട്രെയിൻ ആരെങ്കിലും മൈക്കോടതിയിൽ പിടിച്ചിട്ടുണ്ട്. ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ആ ട്രെയിൻ ശരിക്കും പുറപ്പെടേണ്ടിയിരുന്നത് 5:50 ഈ ട്രെയിനിന്റെ സമയം കൊടുക്കുമ്പോൾ ഒരിക്കലും ഈ AM PM കൊടുക്കാറില്ല. ട്രെയിൻ പുറപ്പെട്ടിരിക്കുന്നത് 5:50 മനസ്സിലാക്കിയാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് അത് രാവിലെയാണ്. പുറപ്പെടുന്ന സ്ഥലം കോട്ടയത്ത് നിന്നായിരിക്കും. കോട്ടയത്ത് നിന്നാണ് പുറപ്പെടുന്നത്. പക്ഷെ 5:50 പുറപ്പെടുന്ന ട്രെയിനാ മക്കളെ ഒരു 30 മിനിറ്റ് അങ്ങോട്ട് വൈകി. 30 മിനിറ്റ് ലേറ്റ് ആയി വൈകിട്ട്. നിങ്ങൾക്കറിയാം നമ്മുടെ ട്രെയിനിന്റെ കാര്യം ഇടക്ക് വലുതൊക്കെ ചെയ്യും. വൈകിയത് 30 മിനിറ്റാണ്. എന്നാലും 30 മിനിറ്റ് വൈകിയാലും ട്രെയിൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ട്രെയിൻ പുറപ്പെട്ടു. എത്തേണ്ട സ്ഥലം മാംഗ്ലൂരാണ്. മാംഗ്ലൂർ എത്താൻ വേണ്ടിയിട്ട് ആ ട്രെയിൻ പോയത് മാംഗ്ലൂർ എത്തിയതാവട്ടെ 15:10 മക്കളെ. ട്രെയിനല്ലേ, സമയം അങ്ങനെ കാണിക്കും. 15:10 മാംഗ്ലൂർ എത്തി. പക്ഷെ നമ്മുടെ ചോദ്യം എന്താണെന്ന് അറിയാം? വാട്ട് ഇസ് ട്രെയിൻ ടേക്കൺ? ഈ ട്രെയിൻ മാംഗ്ലൂർ എത്തിയത് 15:10 പുറപ്പെട്ടതാവട്ടെ 30 മിനിറ്റ് വൈകിട്ടാണ്. 30 മിനിറ്റ് വൈകിട്ട് പുറപ്പെട്ടു. 15:10 മാംഗ്ലൂർ എത്തുകയും ചെയ്തു. ഈ ട്രെയിൻ ചെലവഴിച്ച സമയം എത്ര സമയം ചെലവഴിച്ചിട്ടാണ് ആ ട്രെയിൻ മാംഗ്ലൂർ എത്തിയത്? Find the time taken to travel from Kottayam to Mangalore. 7 hours 10 minutes. 8 hours and
15 minutes. I don't know. 8 hours, 10 hours, 15 minutes. 9 hours and 3 minutes. 24 minutes. 10 hours and 24 hours. 12 hours. 10 hours. സാത്വിയ, Yes, sir. ഈ ചോദ്യത്തിന് ഉത്തരം അറിയാം? The answer is ഈ ചോദ്യത്തിന്റെ ആൻസർ അറിയാം? സാറേ, അതേ ഒരു കേരളത്തിൽ കയറിക്കോട്ടെ. ഇപ്പൊ എന്റെ സിനിമ മാത്രം സാത്വിയ കേൾക്കാം? ഹലോ ജസി, കേൾക്കാം സർ. കേൾക്കാം. ജസീമാണ് ഇപ്പൊ പറയുന്നത്, സാത്വിയ മണ്ടെന്നില്ല. ജസീമെ, നമ്മൾ ട്രെയിൻ പുറപ്പെടേണ്ടിയിരുന്നത് ശരിക്ക് 5:50 യെസ്. ഈ 5:50 വരെ രാവിലെ അല്ലേ? ടീച്ചറെ പറയൂ, പറയൂ. ഒന്നിപ്പോ അതിനകത്ത് വിളിക്കാൻ പറയും, ഒന്നിപ്പോ വിളിക്കാൻ പറയും. ഓക്കെ, ശരി ശരി. സാത്വിയ, ജസി, ഈ ട്രെയിൻ ശരിക്കും പുറപ്പെടേണ്ടിയിരുന്നത് 5:50 അല്ലേ മകളെ? യെസ്. 30 മിനിറ്റ് ലേറ്റ് ആയി എന്ന് പറയാൻ 30 മിനിറ്റ് കൂടെ അങ്ങ് കൂട്ടണം. ട്രെയിൻ പുറപ്പെട്ടത് സാത്വിയ 6:80 മകളെ. സോറി, 5:50 അല്ലേ? 5:50, 6:80 മാർക്ക്. 5:50. ഈ 5:50 എന്ന് പറയുന്ന സമയം ഉണ്ടോ? ഈ 5:50 നമുക്ക് എങ്ങനെ മാറ്റാം? 80 നമുക്കൊന്ന് ചില്ലറയാക്കാം ജസീം. 60 20 മാറ്റാം. അതെന്തിനാണ് ജസീം 60 20 മാറ്റിയത്? 1 മണിക്കൂറിൽ 60 മിനിറ്റ് മാത്രമാണുള്ളത്. 60 മിനിറ്റ്. അപ്പൊ ഇത് 1 മണിക്കൂറാണ്. ആ 1 മണിക്കൂറിന് 5ന്റെ കൂടെ കൂട്ടിയാൽ 6 മണിക്കൂറും 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ട്രെയിൻ പുറപ്പെട്ടത് 6:20 AM കേട്ടാം. എവിടുന്നാണ് പുറപ്പെട്ടത്? കോട്ടയം. കോട്ടയത്തിനാണ് പുറപ്പെട്ടത്. ആയിക്കോട്ടെ. 6:20 കഴിച്ചിട്ട് ട്രെയിൻ പിന്നെ എത്തിയത് 15:10 പറയുന്നത്. ഈ 6:20 നിന്ന് 7 മണിയിലേക്ക് എത്താൻ എത്ര മിനിറ്റ് വേണം? 40 മിനിറ്റ് വേണം. അത് ശരിയാണ്. 7 മണിയിൽ നിന്ന് 12 മണിയിലേക്ക് എത്താൻ എത്ര മണിക്കൂർ വേണം? 7 മണിയിൽ നിന്ന് 12 മണിയിലേക്ക് എത്താൻ എത്ര മണിക്കൂർ സമയം എടുക്കും? ഇപ്പോൾ 7 മണി 40 ഇനി അടുത്തത് 7 മണിയിലേക്ക് 40 ഇനി അത് 12 മണിയിലേക്ക് പോകാനോ? നസീം, ക്ലിയർ ആയില്ല. എന്റെ ചോദ്യം ഇതാണ്. എന്റെ ചോദ്യം, ഈ ട്രെയിന് 6:20 പുറപ്പെടും. 7 മണിയിലേക്ക് കൊണ്ടുപോകാൻ 12 മിനിറ്റ് വേണം. ഇനി 12 മണിയിലേക്ക് പോകാൻ എത്ര മിനിറ്റ് വേണം? എത്ര മണിക്കൂർ വേണം? പറയൂ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയൂ. പിന്നെ തൊട്ടടുത്ത 3:10 അത് വരികയും ചെയ്തല്ലോ. 15:10 എന്ന് പറഞ്ഞാൽ 3:10 ആണത്. ഇത് കൂട്ടിയാൽ എത്രയാണ്? 8:50 അല്ല. അപ്പോൾ 8 മണിക്കൂറും 50 മിനിറ്റും കിട്ടിയ കുട്ടികൾ ആരെങ്കിലുണ്ടോ? യെസ് സർ. പഠിച്ച കാര്യങ്ങൾ മാത്രമേ വരൂ.
പുതുതായിട്ടൊരു കാര്യം നിങ്ങളോട് ചോദിക്കില്ല. നിങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ വരൂ. നാളെ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് ഹോൾ ടിക്കറ്റ്, ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിന്റ് പെന്ന്, പെൻസില്, സ്കെയില്, അതുപോലെ വാട്ടർ ബോട്ടില്, പിന്നെ ഉച്ചഭക്ഷണം, അതൊക്കെ കരുതി പോകുക. അവിടെ പരീക്ഷ ഹാളില് എത്തിക്കഴിഞ്ഞാല് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് വേണം ക്വസ്റ്റ്യൻ എഴുതാൻ. നന്നായിട്ട് വൃത്തിയിൽ വായിച്ച് നോക്കുക. വായിച്ചിട്ട് നോക്കിയിട്ട് ധൃതി പിടിച്ചൊന്നും എഴുതണ്ട, ശ്രദ്ധിക്കുക. സമയവും നോക്കണം. നമ്മളെ നിശ്ചിത സമയത്തിനുള്ളിൽ എഴുതാൻ കഴിയുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. അങ്ങനെ സമയം നോക്കിയിട്ടൊക്കെ ചെയ്യുക. ഇനി ഇതിന്റെ ഇടയിൽ മക്കൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ വരികയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻസ് 861729 എന്ന നമ്പറിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വാട്സപ്പ് ചെയ്യാം. ഇനി മക്കളുടെ പേരൻസിന്റെ കയ്യിൽ ഫോൺ കൊടുക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യങ്ങൾ, ഏതെങ്കിലും ടോപ്പിക്കിൽ സംശയം ഉണ്ടെങ്കിൽ ആ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് തരണമെങ്കിൽ പറയാം. ഇതിപ്പോ 7:30 മണിക്ക് നമ്മുടെ USSന്റെ കുട്ടികൾക്കുള്ള ക്ലാസ് നടക്കുന്നുണ്ട്. അപ്പൊ മക്കൾക്ക് ആർക്കെങ്കിലും മക്കൾക്ക് ഫോണ് പേരൻസിന്റെ കയ്യിൽ കൊടുത്തിട്ട് അവരോടൊക്കെ ഫോണ് കൊടുത്തിട്ട് അവരോട് ചോദിക്കാം. എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് പറയാണെങ്കിൽ പറയാം. അപ്പൊ അതിനെപ്പറ്റി ഞാൻ പറയാം. ശരി, കുട്ടികളാരും മൈക്കിൽ കൂടെ പറയരുത്. മക്കള് ദയവ് ചെയ്ത് ഫോണ് രക്ഷിതാക്കളുടെ കൈ കൊടുക്കുക. ഏതെങ്കിലും ചോദ്യം നിങ്ങൾക്ക് അവശേഷിക്കുന്നുണ്ടെങ്കിൽ, ഉത്തരം കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ, അതിലൊക്കെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ മക്കൾക്ക് പറയാം. ഓക്കെ. സോറി, രണ്ട് അടുത്തടുത്ത ഓഡ് നമ്പേഴ്സ് തമ്മിൽ ഗുണിച്ചിട്ടാണ് 99 കിട്ടിയത്. ഈ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ മക്കൾ ചെയ്യേണ്ടത് 99ന്റെ കൂടെ 1 ആഡ് ചെയ്യാം. 99ന്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 100 ആണ്. ഈ 100 കിട്ടുന്ന ആവട്ടെ 2 10കൾ തമ്മിൽ ഗുണിച്ചിട്ടാണ്. അപ്പൊ 10 ആണ് നടുക്കുള്ള സംഖ്യ എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ 10ന്റെ തൊട്ടിപ്പർ ആരാണ് ഡിസ്? 10 കഴിഞ്ഞാൽ ആരാണ്? 11. അപ്പൊ ആ നമ്പേഴ്സ് 9ഉം 11ഉമാണ്. എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ മക്കൾ 1 കൂട്ടിയാലും 1 കൂട്ടിയിട്ട് കിട്ടുന്ന സംഖ്യ 100 എന്ന സംഖ്യ, അത് ഭാവിയിൽ മക്കൾ പഠിക്കും. അതൊരു സ്ക്വയർ നമ്പർ ആണെന്ന്. 10നെ 10 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുക എന്ന കാര്യം അറിയാം. ശരി, അവിടെ ഈ ചോദ്യത്തില് പിന്നെ ഈ ചോദ്യത്തോടു കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ അവസാനിപ്പിക്കുകയാണ്.